പി.കെ. സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറിയിൽ കേരളപ്പിറവി ആഘോഷം നടന്നു. ഗിരീഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. എന്റെ കേരളം എന്റെ അഭിമാനമെന്ന് നാമകരണം ചെയ്ത കേരളപ്പിറവി ആഘോഷമാണ് പി.കെ. സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറിയിൽ നടന്നത്. താലൂക്ക് ലൈബ്രറി കൺവീനർ വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ.പി. സുധീർ, ഉഷാദേവി, അജിത് കുമാർ, ടി. ലത, സുരേഷ് കുമാർ, ശ്രീജ പ്രകാശ് എന്നിവർ സംസാരിച്ചു. ആ അഹങ്കാരത്തിന് അഭിമാനം എന്ന പേര് കൂടി ഇട്ടുകൊണ്ട് ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതിദാരിദ്ര്യ മുക്തമായ കേരളമായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 31 രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ തുടങ്ങിയ പ്രവർത്തനത്തിന്റെ ഭാഗമായല്ല ഈ കേരളം ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടേക്ക് എത്തിയതിനു മുമ്പേ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് വിഷമകരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടി പോലും കഴിയില്ല. നമ്മുടെ തൊട്ടടുത്ത ഷൊർണൂർ വന്നിട്ടാണ് വിവേകാനന്ദൻ പറഞ്ഞിട്ട് പോയത് കേരളം ഒരു ഭ്രാന്താലയമാണ്. തൊട്ടപ്പുറത്തല്ലേ ഷൊർണൂർ, അവിടെ വന്നാ പറഞ്ഞു പോയത്. അതിപ്പോ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ വിവേകാനന്ദൻ സ്വാമിയായതുകൊണ്ടോ ഏതെങ്കിലും കഷായ വസ്ത്രം ധരിച്ച പ്രശ്നമായതുകൊണ്ടോ ഒന്നുമല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. വിവേകാനന്ദനെ പോലെ ഒരാള് അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെതായ അടിസ്ഥാന കാരണം ഉണ്ടാവും. എന്തായിരുന്നു ആ കാരണം? കേരളത്തിലെ ജാതീയമായ ചേരിതിരിവുകളും അതിന്റെ ഭാഗമായി ഒരു വിഭാഗം സമൂഹം അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതിന്റെ ചൂഷണം ചെയ്യാൻ വേണ്ടി മതം മാറ്റലുമെല്ലാം നടക്കുന്ന ഒരു കാലത്താണ് വിവേകാനന്ദൻ എന്ത് പറഞ്ഞു പോയത്? കേരളം ഒരു ഭ്രാന്താലയമാണ്. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.